ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽ എം കെ. വന്ദേ ഭാരത്തിൽ ഒന്നും കൂടി യാത്ര ചെയ്ത് ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അതൊരു സുഖമുള്ള യാത്രയായിരുന്നു. രാവിലെ 8 മണിക്ക് പുറപ്പെട്ടാൽ 11 മണിയാകുമ്പോഴത്തേക്ക് 10:45 ആകുമ്പോഴത്തേക്ക് തൃശ്ശൂരെത്തും. തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ട്രെയിൻ ഗുരുവായൂരിലേക്കുള്ള ട്രെയിനാണ്. അത് 11:35 പുറപ്പെടും. ഇപ്പം പുറപ്പെടുന്ന സമയത്ത് നിന്ന് കുറച്ച് ലേറ്റ് 11:40 എന്തായാലും ഒരു 12 മണിക്കൂറിൽ 12 മണിക്ക് ഗുരുവായൂരിലെത്തും. നല്ല പല കാഴ്ചകളും കണ്ടിട്ട് പോകാം ആ ട്രെയിനിൽ. സ്റ്റേഷൻ തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരിലേക്കാണ്. കറക്റ്റ് 12:5 ആകുമ്പോഴത്തേക്ക് ഗുരുവായൂരിലെത്തും. ട്രെയിനിൽ പോകുന്നത് ഏറ്റവും സുഖം. കാരണം എന്ന് പറഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുണ്ടും കുഴിയും ആയിരുന്നു. ഒരു 5-8 മണിക്കൂർ പിടിക്കും അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഇവിടെ ഗുരുവായൂർ എത്താൻ വേണ്ടി. അത്ര റോഡ് വളരെ മോശമാണ്. ഇതിപ്പം ട്രെയിനാകുമ്പോൾ ഒരു പ്രശ്നമില്ല. ചെറിയ 10 റുപ്യയേ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഒരാൾക്ക് 10 റുപ്യ. ഇതിങ്ങനെ മുതലാവുക. പിന്നെ അതേപോലെ തന്നെ വന്ദേ ഭാരത്തിൽ പോകുന്ന ഭക്ഷണം വരെ ഫ്രീയാണ്. സുഖമായിട്ട് ഉറങ്ങിയിട്ട് 7:45 നമുക്ക് ഇടുന്ന് പോയാൽ മതി വീട്ടിൽ നിന്ന്. അത്ര നല്ല സുഖമുള്ള യാത്രയെ കിട്ടുകയില്ല. അതുകൊണ്ടാണ് വന്ദേ ഭാരത്തിന് പോകുന്നത്. അല്ല പവറോ ഇതൊന്നും ഉണ്ടല്ല, പൈസേൻ്റെ പോകുന്നില്ല. പൈസ എങ്ങനെയല്ലോ ഇത് എപ്പോഴെങ്കിലല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ അതൊന്നും വലിയൊരു മുടക്കമല്ല. നമ്മളെ നല്ല യാത്ര ചെയ്തു. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് അത്ര സേഫായുള്ള യാത്രയാണ്. ബസ്സിലോ അല്ലെങ്കിൽ കാറിട്ട് പിടിച്ചോ പോകണം. ഇതിപ്പോൾ നമ്മളെ എത്തിയത് പാഞ്ചേനിയം ഏരിയയിലാണ്. പാഞ്ചേനിയത്തിൽ കാണുന്നത് കേശവനുണ്ട്, പാഞ്ചേനി ഹോട്ടൽ, ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ഹോട്ടലുകളും അവിടെയുള്ളത്. എല്ലാ സൗകര്യം ചെയ്തോണ്ട്. പിന്നെ പഴയടം റെസ്റ്റോറൻ്റ് ഉണ്ട്, പഴയടം രുചി. അത്ര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഉച്ചക്കത്തെ ഊണ്, സൂപ്പർ ഊണ്, 170 റുപ്യ മീൽസിന്. രാവിലത്തെ ഭക്ഷണം ഊത്തപ്പവും വീട്ടിൽ നല്ല അടിപൊളി ഭക്ഷണം, പഴയടത്തിലുള്ള ഭക്ഷണം. ഇത് രാത്രിയത്തെ വ്യൂ ആണ്. നമ്മൾ 3 നേരം അവിടെ തന്നെയാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ചത് നല്ല സൂപ്പർ ഭക്ഷണമാണ്, പഴയടത്തിലുള്ള ഭക്ഷണം. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ കാണുന്നത് ഒരു നല്ലൊരു ഐശ്വര്യമാണ്. ഞാൻ കൊല്ലത്തിലൊരു 3 പ്രാവശ്യം ഗുരുവായൂർ പോകുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലമാണ്. പല ദേശക്കാരും പല ആൾക്കാരും ഗുരുവായൂരിലേക്ക് വരുന്നുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും മക്കളെല്ലാം അങ്ങ് ഗൾഫിലായതുകൊണ്ട് അവർ എപ്പോഴെങ്കിലും വരുള്ളൂ. എന്നാൽ പോകാമെന്നല്ലാതെ ഇപ്പം നമുക്കിങ്ങനെ അവർ വരുന്നതിന് കാത്തുക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടെ പോയി തോത് ഇങ്ങോട്ട് വന്ന് സുഖമായിട്ട് ഗുരുവായൂർ ദർശനം കിട്ടി. സുഖമായിട്ടുള്ള ദർശനം. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് കട. ഇത് അവർ നമ്മൾ സ്റ്റോൾ ചെയ്ത് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഭാര്യ അവിടെ നിന്നൊരു വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മഹാദേവ ക്ഷേത്രത്തിൽ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, അവിടെ ഇതാണ് മഹാദേവ ക്ഷേത്രം മമ്മിയൂർ. പിന്നെ നമ്മളവിടെ പോയി വൈകുന്നേരം അവിടെ എത്തി. അതുകൊണ്ട് താങ്ക് യു ഫ്രണ്ട്സ്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും ഗുരുവായൂരിലേക്ക് വരിക, അത്രയേ പറയാനുള്ളൂ.